കച്ചവടം കുറഞ്ഞ മാവേലി സ്റ്റോറുകൾ അടച്ചുപൂട്ടും. ലാഭകരമല്ലാത്ത സ്റ്റോറുകളുടെ കണക്കെടുക്കാൻ ഭക്ഷ്യവകുപ്പ് നിർദ്ദേശം നൽകി. സപ്ലൈകോയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനം. ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ. ആദിൽ പാലോട്, കച്ചവടം കുറഞ്ഞാൽ അടച്ചുപൂട്ടുക, ആ തീരുമാനത്തിലേക്ക് എത്തുന്നു. കണക്കെടുപ്പ് തുടങ്ങിയോ? എന്തൊക്കെയാണ് ഭക്ഷ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ആദിൽ. വളരെ പ്രധാനമാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാവേലി സ്റ്റോറുകൾ വഴി സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങാം, വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാം എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ മുദ്രാവാക്യവും. സർക്കാർ എപ്പോഴും ഇതൊരു പ്രചരണ വാക്യമായി തന്നെ മാറ്റിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു സപ്ലൈകോയിൽ. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ പൈസയില്ലാത്ത, പണമില്ലാത്ത സ്ഥിതിയിലേക്ക് സപ്ലൈകോ. അതിൽ ഞാനൊന്ന് ഇടപെടുകയാണ്. അതിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ GR അനിലിന്റെ പ്രതികരണം വരുന്നുണ്ട്. അതിലേക്ക് തിരികെ എത്താം. അവരെ സഹകരിപ്പിച്ച് ഒരുമിച്ച് ഈ ശബ്ദം ഉയരണമെന്നാണ് ആഗ്രഹിച്ചത്. പ്രതിപക്ഷം വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ മാത്രമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അല്ല, അത് ഇപ്പോൾ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നുള്ളവരും ബോധ്യപ്പെട്ട് കാണും. കാരണം കേരളം മാത്രമല്ല, കർണാടകയാണെങ്കിലും തമിഴ്നാടാണെങ്കിലും BJP ഇതര ഗവൺമെൻറ്റുകളെല്ലാം ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള കാര്യം അതൊരു പൊതുശബ്ദമായി അതത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയരുന്നു എന്നുള്ളതും കോൺഗ്രസിനെ മാറ്റി ചിന്തിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രി GR അനിൽ ഡൽഹിയിലാണ് മാധ്യമങ്ങളെ കണ്ടത്. പ്രതികരണമാണ് നമ്മൾ തത്സമയം കണ്ടത്. തിരികെ ആദിലിലേക്ക് പോകാം. അതിൽ മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. മന്ത്രി നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് മാവേലി സ്റ്റോറുകളിലേക്ക് തിരിച്ചു വന്നാൽ, മാവേലി സ്റ്റോറുകൾ ലാഭകരമല്ലാതെ പോകുന്നു, അതിന്റെ കണക്കെടുക്കണം എന്ന് പറയുന്നു. സപ്ലൈകോയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. അതിൽ ബജറ്റിൽ ഇടപെടൽ ഉണ്ടാകാത്തതിൽ മന്ത്രി വരെ അതൃപ്തി തുറന്ന് പ്രകടിപ്പിക്കുന്ന സാഹചര്യവും. നിലവിലെ പ്രതിസന്ധി എങ്ങനെ നേരിടാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഈ കണക്കെടുപ്പ്, അതോടൊപ്പമുള്ള നടപടിക്രമങ്ങൾ, അത് സാധാരണക്കാരനെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ലേ? അതിൽ സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്നതാണെങ്കിലും സപ്ലൈകോയുടെ നിലനിൽപ്പ് മുന്നിൽ കണ്ട് നഷ്ടത്തിലുള്ള സപ്ലൈകോ സ്റ്റോറുകൾ, പ്രധാനമായും മാവേലി സ്റ്റോറുകൾ. സപ്ലൈകോയ്ക്ക് 3 തരത്തിലാണ് സ്റ്റോറുകൾ ഉള്ളത്. മാവേലി സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ. ഇതിൽ 922 മാവേലി സ്റ്റോറുകളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. ഇതിലൊരു 50 എണ്ണം, ഒരു ഏകദേശം ഒരു 5% മാവേലി സ്റ്റോറുകൾ നഷ്ടത്തിലാണ്. ലാഭമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് സപ്ലൈകോയുടെയും ഭക്ഷ്യവകുപ്പിൻ്റെയും വിലയിരുത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഷ്ടം പരമാവധി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള മാവേലി സ്റ്റോറുകൾ അടച്ചുപൂട്ടാൻ, പ്രവർത്തനം നിർത്താനുള്ള നടപടിയിലേക്ക് നീങ്ങുന്നത്. ഇത് സപ്ലൈകോയുടെ ബോർഡ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചത്. അതിനുശേഷം MD-യോട് തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭക്ഷ്യവകുപ്പിൽ നിന്നും കൃത്യമായ കണക്കു നൽകാനുള്ള ആവശ്യം, ഇപ്പോൾ നിർദ്ദേശം ഭക്ഷ്യവകുപ്പിൽ നിന്ന് നൽകിയിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വശം കൂടിയുണ്ട്. തൊഴിലാളി സംഘടനകളടക്കം, ഈ സപ്ലൈകോയിലെ തൊഴിലാളി സംഘടന അടക്കം ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനം, അവർ ഈ നടപടിക്ക് എതിരാണ്. അവർ പറയുന്ന പ്രധാനപ്പെട്ട വിമർശനം, സപ്ലൈകോ സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങളില്ല. സബ്സിഡി സാധനങ്ങൾ ഉള്ളപ്പോഴാണ് ആളുകൾ കൂട്ടമായി മാവേലി സ്റ്റോറുകളിലേക്ക് വരികയും അവിടെ നിന്ന് അധികമായി മറ്റു സാധനങ്ങൾ കൂടി എടുത്ത് സപ്ലൈകോ സ്റ്റോറുകളും മാവേലി സ്റ്റോറുകളും എല്ലാം ലാഭത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ 13 സാധനങ്ങളാണെങ്കിൽ 10-ലധികം സാധനങ്ങളും മാവേലി സ്റ്റോറുകളിൽ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നഷ്ടത്തിലുള്ള, സ്വാഭാവികമായുള്ള നഷ്ടത്തിൽ പോയിട്ടുള്ള സപ്ലൈകോ സ്റ്റോറുകൾ ഉണ്ടാകാം. അവയെയും പൂട്ടാനുള്ള നീക്കത്തിലേക്ക് പോകാനുള്ളൊരു ശ്രമമാണ് മാനേജ്മെൻറ്റിൻ്റെയും ഭക്ഷ്യവകുപ്പിൻ്റെയും ഭാഗത്തു നിന്നുള്ളത്. അതൊരിക്കലും അംഗീകരിക്കില്ല. എല്ലാ സാധനങ്ങളും തന്നതിന് ശേഷം കച്ചവടമില്ലെങ്കിൽ അങ്ങനെയുള്ള കണക്കാണ് എടുക്കേണ്ടത് എന്ന അഭിപ്രായം തൊഴിലാളി സംഘടനകൾ മുന്നിൽ വെച്ചിരിക്കുന്നു എന്നതാണ് ഒടുവിൽ നമുക്ക് അനൗദ്യോഗികമായി തൊഴിലാളി സംഘടനാ നേതാക്കൾ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ കൂടുതൽ സജീവമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്നൊരു വിഷയം, അത് സപ്ലൈകോ സ്റ്റോറുകൾ ആ നിലയിലുള്ള ഒരു സംവിധാനമാണ്. ലാഭകരമല്ലാത്ത സപ്ലൈകോ സ്റ്റോറുകൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് ഭക്ഷ്യവകുപ്പ് പോകുന്നു. അതിനുള്ള നിർദ്ദേശം ഭക്ഷ്യവകുപ്പിൽ നിന്ന് സപ്ലൈകോ MD-ക്കും പോയിട്ടുണ്ട്. ലാഭകരമല്ലാത്ത മാവേലി സ്റ്റോറുകളുടെ കണക്കെടുക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. സുജയ. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത്. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ ഒരു പ്രതികരണം നമ്മൾ ഡൽഹിയിൽ നിന്ന് തത്സമയം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലേക്ക്. സാമാന്യ ജനങ്ങൾ അതിൻ്റെ പ്രയാസങ്ങൾ കൂടുതൽ അനുഭവിക്കും. അപ്പോൾ സാമാന്യ ജനങ്ങളെ സർക്കാരിനെതിരെ തിരിച്ചുവിടുക എന്ന ഒരു കുതന്ത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ശക്തമായി പ്രതിഷേധിക്കേണ്ടത് കേരളത്തിൻ്റെ മുഴുവൻ ജനതയുടെ ആവശ്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതനുസരിച്ച് തന്നെ പ്രതിപക്ഷ MLA-മാരും പ്രതിപക്ഷവും പൂർണ്ണമായി സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥന നടത്തുകയുണ്ടായി. ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന അവർ മാനിക്കുമെന്നാണ് ഞങ്ങളെല്ലാം കരുതിയത്. എന്നാൽ അവർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്.
8-ാം തീയതി കേരളത്തിലെ എല്ലാ MLA-മാരും അതുപോലെ MP-മാരും മന്ത്രിമാരും ഉൾപ്പെടെ ഈ സമരത്തിൽ അണിചേരും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം അതിൽ പങ്കാളിയാകാൻ വേണ്ടിയാണ് ഞാൻ ഡൽഹിയിലെത്തിയത്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സമരത്തോട് അനുകൂല നിലപാടില്ല. അതേസമയം നാളെ ഇപ്പോൾ കോൺഗ്രസ് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം വരികയാണ്. എന്താണ് അത് പറയാം? അതെ, കേരളത്തിലെ കോൺഗ്രസ് നന്നായി ഇത് മനസ്സിലാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ്സിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ കേന്ദ്ര വിരുദ്ധ അല്ലെങ്കിൽ BJP വിരുദ്ധ നിലപാടെടുക്കുന്നതിന് വളരെ പ്രയാസകരമായ ഒരു നിലപാടാണ് കാണുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും BJP-ക്കാർ പറയുന്നതും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നത് ഒരേ ശബ്ദമായി കാണുന്നത്. എന്നാൽ കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഇന്നിപ്പോൾ തെക്കേ ഇന്ത്യയിലെ കർണാടകയാണെങ്കിലും തമിഴ്നാടാണെങ്കിലും മറ്റ് സ്റ്റേറ്റുകളെല്ലാം ഇതേപോലത്തെ ആവശ്യം ഉയർത്തുകയാണ്. അവിടെ ഭരണപക്ഷമോ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അത്തരം നിലപാടുകളോട് ജനങ്ങളും ജനപ്രതിനിധികളും സഹകരിക്കുമ്പോൾ കേരളത്തിൽ ഈ നിലപാടെടുക്കുന്നത് എന്തെന്ന് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിക്കുന്നവരും മനസ്സിലാക്കുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇത് പ്രതിപക്ഷത്തിനെതിരെ വലിയ രീതിയിൽ ആയുധമാക്കാനാണോ LDF-ന്റെ തീരുമാനം? ഞങ്ങൾ പ്രതിപക്ഷം നോക്കിയിട്ടല്ല, ഇത് കേരളത്തിൻ്റെ പൊതു താല്പര്യം ആണ്, കേരളത്തിൻ്റെ ആവശ്യമാണ്. കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഈ നിലപാട് തിരുത്തണമെന്ന് കേന്ദ്രത്തോട് പറയാൻ വേണ്ടിയാണ്. ബജറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഒരു അതൃപ്തി അറിയിച്ചു എന്ന വാർത്തകളുണ്ട്. അത് പ്രത്യേകിച്ച് വേണ്ട രീതിയിൽ ഭക്ഷ്യവകുപ്പിനോ അല്ലെങ്കിൽ CPI വകുപ്പുകൾക്കോ കൃത്യമായ രീതിയിൽ ഫണ്ട് അനുവദിച്ചില്ല എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു അതൃപ്തി അറിയിച്ചിട്ടുണ്ടോ? അല്ല, അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പരസ്യമായി പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പാർട്ടി തലത്തിൽ എന്തെങ്കിലും ഇടപെടൽ? അതൊക്കെ ഓരോ വകുപ്പിനോടും അല്ലെങ്കിൽ ധനവകുപ്പിനോടും ഒക്കെ പല പല വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. അതിന് ഞങ്ങൾ സംസാരിച്ചും ചർച്ച ചെയ്തും അതിനൊക്കെ പരിഹാരം കണ്ടെത്തും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫണ്ട് ആവശ്യപ്പെടും, എങ്ങനെയാണത്? അല്ല, അത് ആ വിഷയങ്ങളെ സംബന്ധിച്ചേ ഞാൻ പ്രതികരിക്കുന്നില്ല. അത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. KN ബാലഗോപാൽ മിനിസ്റ്റർ കൈ കൊടുക്കാതെ പോയി അതൊക്കെ ഉണ്ടായത്. അതൊക്കെ ചില സമയത്ത് സ്വാഭാവികമായിട്ടും ചില വാർത്തകളൊക്കെ ഉണ്ടാകുമല്ലോ. അതല്ലാതെ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രതികരണത്തിലേക്ക് പോകുന്നില്ല. അത് അതൃപ്തിയുടെ ഭാഗമായിട്ടാണോ? ഞങ്ങൾ രണ്ടും ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ച് ഇരുന്ന് പഠിച്ചവരല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു ശത്രുതയോ വിഷയങ്ങളൊന്നുമില്ല. ഈ മാവേലി സ്റ്റോറുകളുടെ കാര്യത്തിലാണെങ്കിൽ അടച്ചുപൂട്ടാൻ ഒരു നിർദ്ദേശം നൽകിയെന്നൊരു റിപ്പോർട്ട്. മാവേലി സ്റ്റോറൊന്നും അടച്ചുപൂട്ടാൻ നിർദ്ദേശം കൊടുത്തിട്ടില്ല. മാവേലി സ്റ്റോർ ഇന്നത്തെ പ്രതിസന്ധി പരിഹരിച്ച് മെച്ചപ്പെട്ട നിലയിലേക്ക് ആക്കുക എന്നതാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. അത് യാഥാർത്ഥ്യമാകും വളരെ പെട്ടെന്ന് തന്നെ. ഈ ലാഭകരമല്ലാത്തതിൻ്റെ ഒരു കണക്കെടുക്കാൻ നിർദ്ദേശം നൽകിയെന്ന്. ഇതുവരെ ഒരു ഷോപ്പും അടച്ചിട്ടില്ല, ഒരു ഷോപ്പിലെ തൊഴിലാളിയും പിരിച്ചുവിട്ടിട്ടില്ല. എന്നാൽ ധനപ്രതിസന്ധി, ധനപ്രയാസങ്ങൾ വല്ലാതെ ആ സ്ഥാപനത്തെ അലട്ടുന്നുണ്ട്. അതെന്ത് വേണമെന്ന് അതിൻ്റെ മാനേജ്മെൻറ്റ് നിലയ്ക്ക് തന്നെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് ചില ക്രമീകരണങ്ങൾ ഭാവിയിൽ വരുത്തേണ്ടി വരും. അത് ഒറ്റയടിക്ക് കട അടച്ചുപൂട്ടലും ക്ലോസ് ചെയ്യലൊന്നും അല്ല അതിന് പരിഹാരം. അത് പരമാവധി വിൽപ്പന വർദ്ധിപ്പിക്കാനും അതിലും രക്ഷപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ എന്ത് വേണമെന്ന് പിന്നെ തീരുമാനിക്കും. ഈ ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിൽ എത്ര ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇല്ല, അത് MLA-മാരും MP-മാരുമാണല്ലോ പങ്കെടുക്കുന്നത്. പിന്നെ ഈ സമരത്തെ സ്നേഹിക്കുന്ന ആളുകൾ വന്നുകൂടും. മാവേലി സ്റ്റോറുകൾ പൂട്ടാനുള്ള കണക്കെടുപ്പ് നടക്കുന്നു എന്ന റിപ്പോർട്ടറിന്റെ വാർത്തയോടും ഇപ്പോൾ മന്ത്രി പ്രതികരിച്ചു. തത്സമയം നോബൽ മാരിക്കാരനാണ് മന്ത്രി GR അനിലിനോട് സംസാരിച്ചത്. മാവേലി സ്റ്റോറുകൾ പൂട്ടില്ല, പരമാവധി വിൽപ്പന ലക്ഷ്യമിടും, അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ മാത്രമാണ് വരുത്തുക, തൊഴിലാളികളെ പിരിച്ചുവിടുകയല്ല, പരമാവധി വിൽപ്പനയാണ് ലക്ഷ്യം, പ്രതിസന്ധി പരിഹരിക്കുമെന്നും മന്ത്രി പറയുന്നു. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരികെ എത്താം ബ്രേക്കിംഗ് അവേഴ്സിലേക്ക്.